ഡ്യൂട്ടി കഴിഞ്ഞ് കുട്ടൻ ഇതുവരെ വന്നില്ലേ? അവൻ എന്താണ് ഇത്ര ദിവസമായിട്ടും വീട്ടിലേക്ക് വരാത്തത്? കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ശ്യാംപ്രസാദ് ഗുണ്ടയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട ഒരാഴ്ച കഴിയുമ്പോഴും തന്റെ മകൻ മരിച്ചത് ഇതുവരെയും പെറ്റമ്മ അറിഞ്ഞിട്ടില്ല. പ്രായാധിക്യത്തെ തുടർന്ന് ഓർമ്മശക്തി നഷ്ടമായ അമ്മ ഇന്നും തന്റെ കുട്ടനെയും കാത്ത് ഉമ്മറത്തിരിപ്പാണ്. കൂടെ കൂടെ കുട്ടൻ വന്നോ എന്ന് ചോദിച്ച് മകനെ ഇപ്പോഴും അമ്മ അന്വേഷിക്കുന്നതായിട്ട് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് ഏറ്റുമാനൂരിൽ ബാറിന് മുന്നിലെ തട്ടുകടയിലുണ്ടായ തർക്കത്തിൽ കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശിയ 44-കാരൻ ശ്യാംപ്രസാദ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ കാരിത്താസ് ജംഗ്ഷനിലെ തട്ടുകടയിൽ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം കടയിലെത്തുന്നത്. ഇതോടെ കടയിലുണ്ടായിരുന്ന ഉടമ ജിബിനോട് ശ്യാം എന്ന പോലീസുകാരൻ എത്തിയിട്ടുണ്ടെന്നും പ്രശ്നമുണ്ടാക്കിയാൽ അകത്ത് കിടക്കുമെന്നും ഭീഷണി മുഴക്കി. ഇത് കേട്ട് ക്ഷുഭിതനായ പ്രതിയാകട്ടെ ശ്യാമിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശ്യാം വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചതടക്കം പ്രകോപനത്തിന് കാരണമായെന്നാണ് വിവരം. ജിബിന്റെ മർദ്ദനമേറ്റ ശ്യാം നിലത്ത് വീഴുകയും ഇതോടെ ശ്യാമിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയുമാണ് ജിബിൻ ചെയ്തത്. ഈ അക്രമ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുമരകം SHO കെ ഷിജി സ്ഥലത്തെത്തിയത്. പോലീസ് വാഹനം കണ്ട ഉടൻ തന്നെ പ്രതി സംഭവ സ്ഥലത്ത് നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ ഓടിയ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിടികൂടിയതിന് പിന്നാലെ പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും ശ്യാം ജീപ്പിനുള്ളിൽ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യയും 3 കുട്ടികളുമുള്ള ശ്യാം ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകവെയാണ് ക്രൂരകൃത്യം നടന്നത്. പതിവുപോലെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി വരാമെന്നായിരുന്നു ശ്യാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഭക്ഷണപ്പൊതിയും കാത്തിരുന്ന മക്കൾക്കരികിലേക്ക് എത്തിയതാകട്ടെ ശ്യാമിന്റെ ചേതനേറ്റ ശരീരമായിരുന്നു. ഭാര്യയായ അമ്പിളിയുടെ പിതാവ് വീടിന് മുകളിൽ നിന്ന് വീണ് കിടപ്പിലാണ്. ഇദ്ദേഹത്തെയും ഭാര്യ മാതാവിനെയും നോക്കുന്നത് ശ്യാമായിരുന്നു. ഇവർക്കെല്ലാം മനക്കരുത്തേകാൻ ഇനി അമ്പിളി മാത്രമാണുള്ളത്. ശ്യാമിന്റെ വരുമാനത്തിനൊപ്പം തന്നെ വീടിന് സമീപത്തെ തന്നെ ഹോട്ടൽ ജോലിക്കായി പോയിരുന്ന അമ്പിളിയുടെ വരുമാനമൊക്കെ ആയിട്ടാണ് ഈ കുടുംബം കഴിഞ്ഞു വരുന്നത്. ഇതിനിടയിലാണ് ആകസ്മികമായി ശ്യാമിന്റെ വേർപാടും ഇപ്പോൾ ഈ കുടുംബത്തെയാകെ തളർത്തിയിരിക്കുന്നത്. അതേസമയം 2 വർഷത്തിലേറെ വെസ്റ്റ് SHO കെയർ പ്രശാന്തിനൊപ്പമായിരുന്നു ശ്യാംപ്രസാദ് ജോലി ചെയ്തിരുന്നത്. ശ്യാം കൊല്ലപ്പെട്ട ദിവസം കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടിയിലും ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ സാറേ, ഞാൻ നാളെ റെസ്റ്റ് ആയിരിക്കുമേ എന്ന് പറഞ്ഞു പോയ ശ്യാമാണ് പിന്നീട് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നൊരു വേദന പ്രശാന്ത് കുമാറും പങ്കുവെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാറിയപ്പോഴൊക്കെ 2 വർഷത്തിലേറെ പ്രശാന്തിനൊപ്പമായിരുന്നു ശ്യാം. ഡ്രൈവർ എന്നതിനേക്കാൾ ഒരു സഹോദരനെ പോലെയായിരുന്നു തനിക്കെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അടുത്തിടെ ശ്യാമിന്റെ അടുത്ത സുഹൃത്ത് മരിച്ചപ്പോഴുണ്ടായ വേദനയിൽ ശ്യാമിനെ ആശ്വസിപ്പിച്ച കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹം ഏറെ വികാരധീനനായി മാറിയിരുന്നു. അദ്ദേഹം പറയുന്നത്, നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുന്നത്? ശ്യാം ഈ ചോദ്യം പ്രശാന്ത് കുമാറിനോട് ചോദിച്ചിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ആയിരിക്കും ആദ്യം മരിക്കുക എന്ന് ശ്യാം പറയുകയും ചെയ്തു. ശ്യാം KSRTCയിലാണ് ആദ്യം ജോലിക്ക് കയറിയത്. പിന്നീടാണ് പോലീസ് ഡ്രൈവറായി ജോലി ലഭിക്കുന്നത്. ജോലിയുടെ ഇടവേളകളിൽ പോലീസ് വാഹനത്തിൽ ഇരുവരും ഒരുമിച്ചിരുന്ന പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ശ്യാം ഒരിക്കലും തന്റെ ഡ്രൈവർ ആയിരുന്നില്ല എന്ന് ഉറ്റ സുഹൃത്തായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഏറ്റുമാനൂർ തെളകത്തെ തട്ടുകടയിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ശ്യാംപ്രസാദ് കൊല്ലപ്പെടുന്നത്. വാരിയെല്ലിന് പരിക്കേറ്റെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റ് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയ ആന്തരിക രക്തസ്രാവം ഉണ്ടായാണ് മരണമെന്നായിരുന്നു കണ്ടെത്തിയത്. 2018 പോലീസിൽ ഡ്രൈവറായി നിയമനം ലഭിച്ചു. സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിലേക്കാണ് ഇപ്പോൾ ദുരന്ത വാർത്തയും ഇവരെ തേടിയെത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.